ദിസ് ഈസ് മൈ ഡ്രോയിങ്. ഞാൻ വരച്ച ചിത്രമാണ്, പൂർത്തിയാക്കിയില്ല. കൊള്ളാമോ? ഞാനൊരു കലാകാരിയും ചിത്രകാരിയുമാണെന്ന് ഇതിലൂടെ നിങ്ങളെ ബോധ്യപ്പെടുത്തിയൊന്നും വേണ്ട, വെറുതെ. ഞാനൊരു പൊങ്ങച്ചക്കാരി. എനിക്ക് ഇങ്ങനെയൊക്കെ കൊണ്ട് പറഞ്ഞ ഭയങ്കര തലക്കനമാണ്. ഇതൊക്കെ ഇങ്ങനെ കാണിക്കുകയും പറയുകയൊക്കെ ചെയ്തില്ലെങ്കിൽ എന്താണെന്നറിയത്തില്ല, സഹിക്കാൻ പറ്റത്തില്ല. എന്തൊക്കെയോ കാണിക്കണമെന്നും പറയണമെന്നും ഒക്കെ ഉണ്ട്, ഒരു ലെവല് കിട്ടുന്നില്ല. മൊത്തം പോയി കംപ്ലീറ്റ്ലി. എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് എനിക്ക് പോലും അറിയത്തില്ല. മനസ്സിലായോ? പൊട്ടി പട്ടമൊക്കെ എങ്ങോട്ടൊക്കെ ദശ തെറ്റി പോന്നേന്നറിയാവോ? അതുപോലെയായി തീർന്നിപ്പോ ഞാൻ. കെട്ടിയിട്ട കുതിര, ആ കുതിരയുടെ കെട്ടഴിച്ചു വിട്ടാൽ എന്ത് ചെയ്യും? ഒന്നുകിൽ ആ കുതിര വിചാരിക്കും താൻ ആ കെട്ടുമുട്ടി തന്നെയാണെന്ന് കരുതി ഇങ്ങനെ അങ്ങ് നിൽക്കും. ചില കുതിര കെട്ടഴിക്കുമ്പോഴേ ഒരു ചാട്ടമുണ്ട്. മനസ്സിലായോ? സത്യം പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. അപ്പോഴേ എനിക്ക് മുമ്പേ ധാര എന്തോന്നൊന്നും അറിയത്തില്ല, ഒരു മെസ്സേജ് വന്നു. മക്കളെ, എനിക്ക് നിങ്ങൾ ആരാ എന്തുവാന്നൊന്നും അറിയില്ല. ഒരു ഇവിടെ വന്നിട്ടുള്ള ആളാണെന്ന് എഴുതി. ഞാനിപ്പോ അയക്കുന്ന വോയിസ് ലൈവിലൊന്ന് കേൾപ്പിക്കണം. എന്താന്ന് വെച്ചാൽ നാഗയെ പറ്റി ആർക്കും കൂടുതലായി അറിയില്ലെന്നുള്ള കാര്യം സത്യം തന്നെയാണ്. എന്റെ കയ്യിൽ തന്നെ നാഗയെ ഏൽപ്പിക്കാനുള്ള പൈസ ഇല്ല. പക്ഷെ എനിക്ക് എവിടെ നിന്നെങ്കിലും അതിനുള്ള ഒരു ഏണം കിട്ടുമെന്ന് നാഗയ്ക്ക് അയച്ചു തന്നിരിക്കും. നാഗയുടെ വീട്ടിൽ വന്ന് ആശ്രമത്തിൽ വന്നപ്പോ നാഗ ചെയ്ത സഹായങ്ങളും നാഗ ഞങ്ങൾക്ക് നൽകിയ വസ്ത്രങ്ങളായാൽ തന്നെ അതിനൊക്കെ ഒരു തരത്തിലും വേറെ ഒരു മനുഷ്യരും ചെയ്യാത്ത രീതിയിലുള്ള ദാനങ്ങളാണ് ചെയ്യുന്നത്. പക്ഷെ നാഗയെ എല്ലാവരും അതിക്രൂരമായുള്ള രീതിയിൽ ലൈവിലായാലും ഒന്ന് നെഗറ്റീവ് അടിച്ച് പറയുന്നുണ്ട്. പക്ഷെ നാഗയെ പറ്റി ശരിക്കറിയാവുന്ന ആരും നാഗയെ കുറ്റം പറയില്ല. അത് 100% ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ്. നാഗയെ പറ്റി അറിയണം, കൂടുതൽ ആളുകൾ അറിഞ്ഞിരിക്കണം നാഗയെ പറ്റി. എന്താന്ന് വെച്ചാൽ നാഗ ഇത്രയും ലോകം നിറഞ്ഞ് നാഗയെ അറിയേണ്ട. നാഗ ചുരുങ്ങി ഒരു ചെറിയൊരു സെല്ലിനകത്ത് ചുരുങ്ങേണ്ട നാഗയല്ല. നാഗയെ പറ്റി കൂടുതൽ ആൾക്കാർ അറിയണം. നാഗ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് എന്താണ്, അവര് പൈസ മേടിക്കുന്നില്ല. പക്ഷെ അവരതിന്റെ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു മേടിക്കുന്നുണ്ടെങ്കിൽ നാഗ ലക്ഷങ്ങളോളം തിരിച്ച് മറ്റുള്ളവർക്ക് ദാനധർമ്മം. അത് എനിക്കും അങ്ങനെ അതിൽ നിന്നൊരു പങ്ക് കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാനൊരു വിദ്യാർത്ഥിയാണ്. അപ്പൊ എനിക്ക് അതിൻ്റെതായുള്ള ബോധവും നാഗ ചെയ്ത ആ പ്രവൃത്തികളും കൊണ്ടാണ് ഞാൻ നാഗയെടുത്ത് ഇത് പറഞ്ഞത്. അപ്പൊ നാഗയെ പറ്റി നെഗറ്റീവ് അടിക്കുന്നവർ ഫസ്റ്റ് ആ ഒരു കൂടെ ശ്രദ്ധിച്ച് നോക്കിയിട്ട് വേണം കുറ്റം പറയാൻ. ഈ കുറ്റം പറയുന്നവരെ കൊണ്ടൊന്നും ഒരു കാരണവശാലും 1 രൂപ പോലും ഒരാൾ കൊടുക്കാൻ സാധിക്കില്ല. പക്ഷെ നാഗ വസ്ത്രമായാലും അന്നമായാലും നിരവധി പേർക്ക്, നാഗയുടെ ആശ്രമത്തിൽ എന്നവർക്കായാലും നിരവധി പേർക്ക് 1 രൂപ പോലും കൊടുക്കാതെ നാഗ എവിടുന്ന് തിരിച്ചയക്കില്ല. നമ്മൾ തിരിച്ചയക്കില്ല. നമ്മൾ എന്ത് കൊടുത്താലും ആ നാഗയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും നാഗ നമുക്ക് തിരിച്ചു തരുന്നത് അതിനേക്കാൾ വിലയേറിയ വസ്തുക്കളാണ്. നാഗ ഞാനിപ്പോ അയക്കുന്ന വോയിസ് ലൈവിലൊന്ന് കേൾപ്പിക്കണം. എന്താന്ന് വെച്ചാൽ നാഗയെ പറ്റി ആർക്കും കൂടുതലായി അറിയില്ലെന്നുള്ള കാര്യം സത്യം തന്നെയാണ്. എന്റെ കയ്യിൽ തന്നെ നാഗയെ ഏൽപ്പിക്കാനുള്ള പൈസ ഇല്ല. പക്ഷെ എനിക്ക് എവിടെ നിന്നെങ്കിലും അതിനുള്ള ഒരു ഇടം കിട്ടുമെന്ന് നാഗയ്ക്ക് അയച്ചു തന്നിരിക്കും. നാഗയുടെ വീട്ടിൽ വന്ന് ആശ്രമത്തിൽ വന്നപ്പോ നാഗ ചെയ്ത സഹായങ്ങളും നാഗ ഞങ്ങൾക്ക് നൽകിയ വസ്ത്രങ്ങളായാൽ തന്നെ അതിനൊക്കെ ഒരു തരത്തിലും വേറെ ഒരു മനുഷ്യരും ചെയ്യാത്ത രീതിയിലുള്ള ദാനങ്ങളാണ് ചെയ്യുന്നത്. പക്ഷെ നാഗയെ എല്ലാവരും അതിക്രൂരമായുള്ള രീതിയിൽ ലൈവിലായാലും ഒന്ന് നെഗറ്റീവ് അടിച്ച് പറയുന്നുണ്ട്. പക്ഷെ നാഗയെ പറ്റി ശരിക്കറിയാവുന്ന ആരും നാഗയെ കുറ്റം പറയില്ല. അത് 100%